അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം പലപ്പോഴും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്ത് വിഷമം വരുമ്പോൾ, വേദന വരുമ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്, ദുആ ചെയ്യേണ്ടതുമാണ്. പക്ഷേ പലപ്പോഴും നാം മറന്നുപോകുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും നാം ചെയ്യാത്ത ഒരു വിഷയമാണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക എന്നൊരു പതിവ് പലപ്പോഴും നമുക്കില്ല. നമ്മളോട് എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, നമ്മളും അങ്ങോട്ടും ധാരാളം എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. പക്ഷേ നമ്മളോട് വസിയത്ത് ചെയ്തവർക്ക് നാം എത്ര ദുആ ചെയ്തിട്ടുണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. പലപ്പോഴും നാം ആർക്കും ദുആ ചെയ്യലില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഒരു കൂട്ടുകാർക്ക് വേണ്ടി, അവൻ്റെ എന്തെങ്കിലും ഒരു കാര്യം റാഹത്താക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും വിഷമമൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ആർക്കെങ്കിലും വേണ്ടി നാം ദുആ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ദുആ ചെയ്യൽ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ റാഹത്താക്കി തരികയാണ്, അതൊക്കെയും അള്ളാഹു സന്തോഷമാക്കി തരികയാണ്. അതെ, ഏതൊരു മുഅ്മിൻ ഒരു വിഷമത്തിൽ കുടുങ്ങുമ്പോൾ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെയും ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പലപ്പോഴും ഒരാൾ കുടുങ്ങിയപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ കുടുംബത്തിൽ അങ്ങനൊന്നും പറ്റിയിട്ടില്ലല്ലേ, എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലല്ലേ എന്ന് ചിന്തിച്ച് അതൊന്നും വലിയ ഗൗരവത്തോടു കൂടെ കാണാതെ അതൊക്കെ നാം ലാഘവത്തോടു കൂടെ പലപ്പോഴും കാണുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ ഇന്ന് അവനായിരിക്കാം മുസീബത്ത്, ചിലപ്പോൾ നാളെ എനിക്കാകാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളാകുന്ന രീതിയിൽ നാമുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിന് തീർച്ചയായും ഉത്തരമുണ്ട്. മുത്തുനബി എത്രയോ ഹദീസിലൂടെ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ദ്വാരിക്കുമ്പോൾ, എപ്പോൾ അവനില്ലാത്ത സമയത്ത്, ചിലപ്പോൾ അവൻ്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്തിരിക്കാം, അവനില്ലാതെ അവനറിയാതെ, അതിലല്ലേ ആത്മാർത്ഥതയുള്ളൂ. അങ്ങനെ ദുആ ചെയ്താൽ മുസ്തജാബത്തുൻ, അത് ഉത്തരമുണ്ട്, അതിനുത്തരമുണ്ട് എന്ന് മുത്തുനബി പറയാണ്. എന്ന് മാത്രമല്ല, ഇന്ദ റഅസിഹി മലക്കും മുഅക്കിലും, ഏതൊരു മനുഷ്യൻ്റെയും അടുക്കൽ മലായിക്കങ്ങളുണ്ടല്ലോ, ആ മലായിക്കങ്ങൾ അവൻ്റെ ദുആക്ക് പ്രത്യേകിച്ച് ആമീൻ പറയുമത്രേ മുത്തുനബി പറയുന്നു. അവൻ്റെ ദുആക്ക് മലക്കുകൾ എന്താക്കും? ആമീൻ പറയും. അത്രമാത്രം പോരിശയുള്ള ഒരു ദുആയാണ് മറ്റൊരു കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് മുത്തുനബി പറയുന്നു, വലക ബിമിസിലി, എന്തൊരു വാക്കാണ്! അവസാനം പറഞ്ഞ വാക്ക് അത് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വാക്കാണ്. മുത്തുനബി എന്താ പറഞ്ഞത്? മറ്റൊരു കൂട്ടുകാരന് ദ്വാനക്കുമ്പോൾ അവിടെ മലായിക്കങ്ങൾ ഉണ്ടാകും, മലായിക്കങ്ങൾ ആ ദ്വാക്ക് ആമീൻ പറയും എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വലക ബിമിസിലി. മുത്തുനബിയല്ലേ പറഞ്ഞത്? തീർച്ചയായും അത് കിട്ടും. മുത്തുനബി പറയുന്നു, നിനക്കും അതുപോലോത്തത് കിട്ടും. നീ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചപ്പോൾ അള്ളാഹു നിനക്കും നീ ചോദിക്കാതെ തന്നെ അത് നൽകുകയാണ് എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ, നാം ചോദിക്കാതെ തന്നെ എല്ലാം കിട്ടും. എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കണം, അള്ളാഹു നൽകും. അതാണ് ഒരു മുഅ്മിനിൻ്റെ സ്വഭാവമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി യാത്ര പറയുകയാണ്. ഒരു പതിവുണ്ടല്ലോ, കൂട്ടുകാരെ പോയി അറിയിക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി ബഹുമാനപ്പെട്ടവരെ കണ്ട് യാത്ര പറയുക എന്ന് ഉദ്ദേശിച്ച് ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഭാര്യയായ ഉമ്മുദർദാ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവളൊന്ന് ചോദിച്ചു, എന്തേ വന്നത്? ഞാൻ ഇങ്ങനൊരു യാത്ര പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഉമ്മുദർദാ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പോയി നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യണം,
കാരണം ഉത്തരവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്നും. അതുകൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി, ഈ കൂട്ടുകാരായ നമുക്ക് വേണ്ടി നിങ്ങൾ പോയി ആ നല്ല സ്ഥലങ്ങളിലെല്ലാം പോയി നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണേ എന്ന് കേവലം എല്ലാവരും പറയുന്നത് പോലെ ദുആ വസിയത്ത് ചെയ്യൽ മാത്രമല്ല, ഒരു ഹദീസ് വെച്ചുകൊണ്ട് അത് നല്ല ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദുആ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ബഹുമാനപ്പെട്ട ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് സഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയിപ്പിക്കുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനിക്ക് ദുആ ചെയ്യുന്നതിൻ്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല സ്വഭാവം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.